മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ് യോഗത്തെ ശ്രദ്ധേയമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് വലിയ തിരിച്ചടിയാണ് CPM-നും LDF-നും ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് നഷ്ടമാകുന്നു, കോർപ്പറേഷനിൽ തന്നെ ഒരുവിധം സീറ്റുകളൊക്കെ നഷ്ടമാകുന്നു ഭരണം കിട്ടിയെങ്കിൽ കൂടിയും. അപ്പോൾ അതിൻ്റെ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കണം. ആ രീതിയിലുള്ള സ്ട്രാറ്റജികളും തന്ത്രങ്ങളുമാണ് ഈ യോഗത്തിൽ ആവിഷ്കരിക്കേണ്ടത്. അതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വം കൂടിയുണ്ട്. ഏതെല്ലാം നിലക്കുള്ള ചർച്ചകളാകും ആ യോഗത്തിൽ നടക്കുക? സലാം. സൈഫുദ്ദീൻ, എല്ലാ കാലവും CPM-നൊപ്പം നിന്ന ജില്ലയാണ് കോഴിക്കോട്. അതാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം LDF മാത്രം ഭരിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അടക്കം UDF-ലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. ആ രീതിയിൽ വലിയ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ LDF നിലനിർത്തിയെങ്കിൽ കൂടി വലിയ ഒരു വാർഡുകളിലൊക്കെ തന്നെ തോൽവി ഏറ്റുവാങ്ങുന്നത്. അതായത് അതോടൊപ്പം തന്നെ BJP-യുടെ നില മെച്ചപ്പെടുന്ന സ്ഥിതി പോലും ഉണ്ടായി. അങ്ങനെ UDF-ഉം അവരെ സീറ്റ് ഉയർത്തുന്ന സ്ഥിതിയിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഈ ജില്ലയിൽ നേരിട്ടു എന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ CPM വിലയിരുത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കൃത്യം 10 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ജില്ലയിൽ എത്തുകയും ഇന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലുണ്ടായ തിരിച്ചടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വാർഡ് വിഭജനത്തിൽ തന്നെ വലിയ പാളിച്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലടക്കം വാർഡ് വിഭജനം ഗുണം ചെയ്തത് BJP-ക്കാണെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിന് വീഴ്ച പറ്റി എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതൊക്കെ തന്നെയാണ് ഈ യോഗത്തിലും ചർച്ചയാവുക. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ പ്രതീക്ഷയാണ് ജില്ലയിൽ വെച്ചു പുലർത്തുന്നത്. 5-ലധികം സീറ്റുകൾ, ഇതുവരെ കോൺഗ്രസിന് 20 വർഷമായി ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ജില്ലയിൽ 5-ലധികം സീറ്റുകൾ UDF ജയിക്കുമെന്ന് നേതാക്കളൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നു. മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജികളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദമായ ചർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുണ്ടാവുന്ന ചില നിരുത്തരവാദപരമായ പ്രസ്താവനകൾ അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ആ നിരുത്തരവാദമായ പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്ന നേതാക്കളെ തടയിടണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജികളൊക്കെ തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകും. ജില്ലയിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണം, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായി, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത സമീപകാലത്തായി മുമ്പെങ്ങും CPM-ലില്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന സഹയാത്രികരിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിന് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പോരായ്മകൾ എടുത്ത് പറയുന്ന യോഗം തന്നെയായിരിക്കും ഇതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലൊക്കെ തന്നെ ഉണ്ടായതുപോലെയുള്ള വിമർശനങ്ങൾ ഈ യോഗത്തിലും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ദീർഘനേരത്തേക്ക് യോഗം തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ആ രീതിയിൽ വിശദമായ ചർച്ചകൾ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സൈഫുദ്ദീൻ മനസ്സിലാക്കുന്നത്.